നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരൾച്ച കടുത്തതോടെ കുടിവെള്ളം മുട്ടി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ. ജനങ്ങൾ അഴുക്കുവെള്ളത്തിൽ മുങ്ങുന്നു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ്. വിദ്യാലയങ്ങളിൽ മലയാള ഭാഷ നിർബന്ധിതമാക്കുന്ന ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളോട് സർക്കാർ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധമാക്കുമ്പോൾ കന്നഡ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. റിയാസ് മൗലവി വധം കേസിൽ കുറ്റപത്ര സമർപ്പണത്തിനു മുൻപേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കാസർഗോഡ് യുവജന കൂട്ടായ്മ. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന കൂട്ടായ്മ കോടതിയെ സമീപിക്കും. വള്ളംകളിക്കാലത്ത് സ്വന്തം ചുരുളം വള്ളം ഇറക്കാൻ ലക്ഷ്യമിട്ട് ടീമുകൾ തയ്യാറെടുപ്പിൽ. അണിയറയിൽ ചുരുളൻ വള്ളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. വരൾച്ച കടുത്തതോടെ കുടിവെള്ളം മുട്ടി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ. പലയിടങ്ങളിലും പ്രദേശവാസികൾ പൊതുകുളങ്ങളിലെ അഴുക്കുവെള്ളത്തെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയും ഉയരുകയാണ്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ജില്ലയിലെ ഉൾനാടൻ ഗ്രാമപഞ്ചായത്തുകൾ ഏറെ ആശങ്കയിലാണ്. കടുത്ത വരൾച്ചയിൽ കുളങ്ങളും കിണറുകളും മറ്റു ജലസ്രോതസ്സുകളും വറ്റിവരണ്ടു. ഇതോടെ തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി അഴുക്കുകുളങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഗ്രാമനഗരവാസികൾ. അതേസമയം കുടിവെള്ളത്തിനായി ജനങ്ങൾ അഴുക്കുകുളങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും പടരാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. വരൾച്ച കടുക്കുമ്പോഴും ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ പല പഞ്ചായത്തുകളിലും വേണ്ടത്ര മുൻകരുതലെടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട്. മെയ് മാസത്തിൽ കനത്ത വരൾച്ച സാധ്യത നിലനിൽക്കെ ഉൾപ്രദേശങ്ങളിലെ ആദിവാസി കോളനികളും ഏറെ ആശങ്കയിലാണ്. ആശ്രയിക്കുന്ന ജലത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നത് മൂലം കടുത്ത പകർച്ചവ്യാധികൾ ഇത്തരം മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നും മുന്നറിയിപ്പുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുൻവർഷങ്ങളിൽ ഏർപ്പെടുത്തിയ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതുമൂലം ജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഒരാഴ്ച മുൻപ് കാസർഗോഡ് MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ തീരുമാനമെടുത്തെങ്കിലും ഫലം കണ്ടില്ല. അധികൃതരുടെ അനാസ്ഥയും വേണ്ടത്ര മുൻകരുതലുമില്ലാത്തതുമാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കിയത്. വൃത്തിഹീനമായ ജലത്തിൽ കുളിക്കുന്നതും കുടിക്കുന്നതും രോഗസാധ്യത കൂട്ടുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വാർഡ് തലം മുതൽ രോഗപ്രതിരോധ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. വിദ്യാലയങ്ങളിൽ മലയാള ഭാഷ നിർബന്ധിതമാക്കുന്ന ബിൽ സംസ്ഥാന സർക്കാർ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അതേസമയം മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പുതിയ അധ്യയന വർഷം മുതൽ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കിയുള്ള ബില്ലാണ് സംസ്ഥാന സർക്കാർ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ എയ്ഡ്, അൺഎയ്ഡഡ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാകും. വിദ്യാലയങ്ങളിൽ മലയാളം സംസാരിക്കുന്നതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ നിയന്ത്രണം പാടില്ലെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കേരളത്തിൽ പഠിക്കുന്നവർ മലയാള ഭാഷ കൂടി പഠിക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതുമൂലം ആർക്കും തൊഴിൽ നഷ്ടമാകില്ലെന്നും സർക്കാർ പറയുന്നു. അതേസമയം മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഈ വിഭാഗങ്ങളിൽ പഠിക്കുന്നവർ ഏതു ഭാഷ പഠിക്കുന്നുവോ അതേ നില തുടരുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരത്ത് മലയാളം പഠിക്കാൻ വിദ്യാർത്ഥികൾ കുറവാണെന്നാരംഭിച്ച് അധ്യാപികയെ പിരിച്ചുവിട്ട സംഭവത്തിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ നടപടി. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലയുടെ ഭാഷാ ന്യൂനപക്ഷമെന്ന് ഭരണഘടനയും നിയമവും സർക്കാരും അംഗീകരിച്ചിട്ടുള്ള കന്നഡ വിഭാഗത്തിനോട് ചിറ്റമ്മ നയമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ആരോപിച്ചു. മലയാള ഭാഷ സ്കൂളുകളിൽ നിർബന്ധമാക്കുമ്പോൾ കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള ഭാഷ സ്കൂളുകളിൽ നിർബന്ധമാക്കുമ്പോൾ കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയുടെ ഭാഷാ ന്യൂനപക്ഷമെന്ന് ഭരണഘടനയും നിയമവും സർക്കാരും അംഗീകരിച്ചിട്ടുള്ള കന്നഡ വിഭാഗത്തിനോട് സർക്കാർ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ ഭാഷാ ന്യൂനപക്ഷമെന്ന് ഭരണഘടനയും നിയമവും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ള കന്നഡ വിഭാഗത്തോട് ഒരു ചിറ്റമ്മ നയമാണ് സർക്കാർ ഇത്രയും കാലം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറി മാറി വരുന്ന
UDF, LDF സർക്കാരുകൾ അനുവർത്തിച്ചു വരുന്നൊരു നയമാണ് ഭാഷാന്യൂനപക്ഷങ്ങളെ അവരുടെ അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ്. ധർണയിൽ PR സുനിൽ, സഞ്ജീവ ഷെട്ടി, ബാലകൃഷ്ണ ഷെട്ടി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. റിയാസ് മൗലവിയുടെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്ര സമർപ്പണത്തിന് മുൻപേ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കാസർഗോഡ് യുവജന കൂട്ടായ്മ. 92 മുതൽ കാസർഗോഡ് നടന്ന വിവിധ മനുഷ്യഹത്യകളുടെ ഗൂഢാലോചന അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും യുവജന കൂട്ടായ്മ യോഗത്തിൽ തീരുമാനമായി. കാസർഗോഡ് യുവജന കൂട്ടായ്മയുടെ പുലിക്കുന്ന് PWD റെസ്റ്റ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മാർച്ച് 25-ന് കളക്ട്രേറ്റിന് മുമ്പിൽ നടന്ന ധർണയിലും ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയിലും പങ്കെടുത്ത സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കളെയും പത്രദൃശ്യ മാധ്യമങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സഹകരിച്ച പൊതുജനങ്ങൾക്കും യോഗം നന്ദി രേഖപ്പെടുത്തി. ഇബ്രാഹിം ബാങ്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാരിസ് ബന്നു സ്വാഗതം പറഞ്ഞു. കബീർ ദർബാർ നന്ദി പ്രകാശിപ്പിച്ചു. സഞ്ജു ഹനീഫ, ബദറുദ്ദീൻ കടന്തക്കാട്, അബ്ദുറഹ്മാൻ, സൈഫുദ്ദീൻ കെ, അബ്ദുറഹ്മാൻ തെരുവത്ത് തുടങ്ങി നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. അടുത്ത വള്ളംകളിക്കാലത്ത് സ്വന്തം ചുള്ളം വള്ളം ഇറക്കാൻ ലക്ഷ്യമിട്ട് ടീമുകൾ തയ്യാറെടുപ്പിൽ. 3 ടീമുകൾക്കുള്ള ചുള്ളം വള്ളങ്ങളുടെ നിർമ്മാണം അണിയറയിൽ നടന്നുവരുന്നു. വള്ളങ്ങൾ തീർക്കുന്നത് ആഞ്ഞിലി മരത്തിൽ. ഓരി ചെമ്പൻ്റെ മാടിൽ പ്രത്യേകം നിർമ്മിച്ച വള്ളപ്പുരയിലാണ് പുതിയ ചുരുളൻ വള്ളങ്ങൾ ഒരുങ്ങുന്നത്. ഓരിയിലെ K ഗിരീശൻ, മാവിലക്കടപ്പുറത്തെ PK പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7 പേരാണ് വള്ളം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു ചുരുളം വള്ളം നിർമ്മിക്കാൻ 6 ലക്ഷത്തോളം രൂപ ചെലവാകും. ജനങ്ങളിൽ നിന്നും മറ്റും പണം സ്വരൂപിച്ചാണ് പല ടീമുകൾ വള്ളം നിർമ്മിക്കുന്നത്. 3 വള്ളത്തിൻ്റെ ആദ്യഘട്ട പണി പൂർത്തിയായി. ഇരുവശവും പാണ്ടി വെച്ച് മണിയാലുകൾ വീശി 2 ഭാഗത്ത് തട്ടുകൾ നിർമ്മിക്കുന്ന ജോലിയാണ് ആദ്യം നടക്കുക. 5 കോൽ നീളത്തിൽ ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത നാന്ത് ഇരുഭാഗത്തും ഘടിപ്പിക്കും. പടിയും വില്ലും മണിക്കാലും വെച്ച് ഇരുഭാഗത്തും ചുരുളും കയറ്റിയാൽ തലയെടുപ്പുള്ള ചുരുളം വള്ളം നീണ്ടു നിവർന്ന് കിടക്കും. മിനുക്ക് പണി കൂടി പൂർത്തിയാകുന്നതോടെ വള്ളം നീറ്റിലിറക്കാം. പറഞ്ഞ പോലെ തന്നെ ഒന്ന് വയൽക്കര മൈച്ച, അതുപോലെ തന്നെ പാലിച്ചോൻ അച്ചാന്തിരുത്തി, പിന്നെ DYFI ബീച്ചാരക്കട യൂണിറ്റിന് വേണ്ടി ഒരു തോണി. അതിലും ഒരു പുതുമയുണ്ട്. കാരണം ചെറുവത്തൂർ അല്ലെങ്കിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റി ചുറ്റിപ്പറ്റിയാണ് വള്ളംകളി മത്സരം സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അതിൽ നിന്നും വിഭിന്നമായി വലിയപറമ്പ് പഞ്ചായത്തിൽ കൂടി ഒരു തോണി പുതുതായി വരികയാണ് എന്നത് ഒരു പുതുമ തന്നെയാണ്. ഒരു വള്ളത്തിൻ്റെ ഏറെ വൈദഗ്ധ്യത്തോടെ നടക്കുന്ന നിർമ്മാണം പൂർത്തിയാവാൻ 3 മാസമെടുക്കും. കൈയും മനസ്സും പിഴച്ചാൽ, അളവൊന്നു തെറ്റിയാൽ വള്ളം നിർമ്മാണത്തിൻ്റെ വേഗതയെയും ഇത് ബാധിക്കും. 5 ചുരുളം വള്ളം ഇതിനകം പണിതീർത്തിട്ടുണ്ട്. കുപ്പം മംഗലശ്ശേരി ടീമിൻ്റെ വള്ളം നിർമ്മിച്ചതും ഇവിടെയാണ്. സീതാങ്കോളി സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ റൂബി ജൂബിലി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടി ഏപ്രിൽ 29-ന് നടക്കും. പരിപാടി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. സീതാങ്കോളി സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ റൂബി ജൂബിലി മഹോത്സവം ഏപ്രിൽ 23-ന് വിവിധ കായിക പരിപാടികളോടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 29-ന് എല്ലാ നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ചടങ്ങിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി പോരാടിയ ജവാന്മാരെയും ക്ലബിന്റെ ആദ്യകാല ഭാരവാഹികളെയും ആദരിക്കും. തുടർന്ന് വർണ്ണാഭമായ ഘോഷയാത്രയും ഗാനമേള തുടങ്ങി വിവിധ പരിപാടികളും നടക്കും. പരിപാടി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ലോക്കൽ ടാലൻസിനെ എക്സിബിറ്റ് ചെയ്യുന്ന പറ്റൊരു സംഗതി മാത്രം. അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ പുത്തിക പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ബദിയടുക്ക പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെ ഒരു അംഗീകരിക്കുന്നൊരു ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഫൗണ്ടർ പ്രസിഡൻസും ഫൗണ്ടർ ഓഫീസ് വർക്കേഴ്സിനും ഒരു അംഗീകാരം അതുപോലെ തന്നെ സന്മാനിക്കുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ചില ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുന്നത് 40 വർഷത്തിൽ 40 ആൾക്കാരെ സന്മാനിക്കുന്ന ഒരു കാര്യക്രമമാണ്, പരിപാടിയാണ് നമുക്ക് നാളെ വൈകുന്നേരം 4 മണിയിൽ നിന്ന് 7 മണി വരെ ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഡിസൂസ, ശോഭിത് പ്രശാന്ത്, അരുൺ കെ, പ്രസാദ് BK, നിരഞ്ജന B തുടങ്ങിയവർ സംബന്ധിച്ചു. അക്ഷര തൃതീയയുടെ ഭാഗമായി കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ വൻ തിരക്ക്. വിവിധ ഓഫറുകളും പുതിയ കളക്ഷനുകളും ഒരുക്കിക്കൊണ്ടാണ് വ്യാപാരികൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ ദിനമാണ് വൈശാഖമാസം. ഈ മാസത്തിന്റെ 3-ാം നാളിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. സാധാരണ ദിവസങ്ങളിൽ നടക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വിൽപ്പനയാണ് ജ്വല്ലറികളിൽ ഉണ്ടായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അക്ഷയ തൃതീയ നാടെങ്ങും ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിഭാഗം
നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എൻ്റെയും അതുപോലെ ഫാഷൻ ഗോൾഡ് ഇൻ്റർനാഷണലിൻ്റെയും ഹൃദയംഗമായ ആശംസകൾ നേരുന്നു. സ്വർണം വാങ്ങാനായി നിരവധി പേരാണ് ജ്വല്ലറികളിൽ എത്തിച്ചേർന്നത്. അക്ഷയ തൃതീയ ദിനമായതിനാൽ നഗരത്തിലെ പ്രധാന ജ്വല്ലറികളിൽ വൻ ഡിസ്കൗണ്ടും ഓഫറുകളുമാണ് ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും വിൽപ്പനയിലുണ്ടായിരുന്നു. എന്തായാലും വിശ്വാസം വിപണിയിൽ ചലനമുണ്ടാക്കിയതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. ന്യൂസ് ഡെസ്ക് KCN. കുറ്റിക്കോൽ നേരുദ പഠന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും ഗ്രന്ഥാലയത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചും സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഏപ്രിൽ 30-ന് ആരംഭിക്കുന്ന ടൂർണമെന്റ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. 8 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ രാജ്യാന്തര ദേശീയ സംസ്ഥാന താരങ്ങൾ വിവിധ ടീമുകളിലായി അണിനിരക്കും. കുറ്റിക്കോലിൽ പ്രവർത്തിക്കുന്ന നേരുദ പഠന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും നേരുദ ഗ്രന്ഥാലയത്തിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി ഏപ്രിൽ 30 മുതൽ മെയ് 6 വരെ കുറ്റിക്കോൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനത്ത് നേരുദ ജൂബിലി സോക്കർ 2017 എന്ന പേരിൽ ഫ്ലഡ് ലൈറ്റ് കളക്ഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ടൂർണമെന്റ് ഏപ്രിൽ 30-ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. 8 ടീമുകളും കുറ്റിക്കോലുമായി സമീപ പ്രദേശത്ത് ബന്ധപ്പെട്ട ക്ലബ്ബുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ആ ടീമുകൾ എല്ലാം ഈ യൂണിവേഴ്സിറ്റി നിരവധി കർണാടക യൂണിവേഴ്സിറ്റി താരങ്ങൾ, കേരള യൂണിവേഴ്സിറ്റി താരങ്ങൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റി താരങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കേരള കായിക ഭൂപടത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മികച്ച താരങ്ങളും അണിനിരക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ ഗാലറി നിർമ്മാണം കഴിഞ്ഞ ശനിയാഴ്ചയോടെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പിന്നീട് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 30-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കെ വിജയകൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ, എ മാധവൻ, ജി സതീഷ് ബാബു, കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഭീകര രാഷ്ട്രീയത്തിനെതിരെ ഒന്നിച്ചണിചേരാം എന്ന മുദ്രാവാക്യമുയർത്തി STPIയുടെ വാഹനജാഥയ്ക്ക് തുടക്കമായി. ഉപ്പള നയാ ബസാറിൽ നിന്നും ആരംഭിച്ച ജാഥ ശനിയാഴ്ച വൈകിട്ട് ഹൊസങ്കടിയിൽ സമാപിക്കും. ഭീകര രാഷ്ട്രീയത്തിനെതിരെ ഒന്നിച്ചണിചേരാം എന്ന മുദ്രാവാക്യമുയർത്തി STPI സംഘടിപ്പിക്കുന്ന വാഹനജാഥയ്ക്കാണ് തുടക്കമായത്. ഉപ്പള നയാ ബസാറിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ ഇക്ബാലിന് STPI ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൾ സലാം പതാക കൈമാറിക്കൊണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് SK ഉസ്മാൻ, അനീഫ് ഖാൻ, അബ്ദുൾ ഹമീദ്, മജീദ്, ആനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. മംഗൽപാടി, പൈവളികെ, പുത്തികെ, എൻമകജെ, കുമ്പള തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ ശനിയാഴ്ച വൈകുന്നേരം ഹൊസങ്കടിയിൽ സമാപിക്കും. നീലേശ്വരം പാലായിലെ ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീങ്ങി. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നാട്ടുകാരുടെ ഇടപെടൽ ഗുണകരമായി. ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നമായ പാലായി ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിൻ്റെ പ്രധാന തടസ്സമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. പദ്ധതിയുടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യത്തോടെയുള്ള ഇടപെടലാണ് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ കാരണമായത്. റോഡിന് സ്ഥലം വിട്ടു നൽകുന്ന ഒരു വ്യക്തി മാത്രം തടസ്സം നിന്നതാണ് സ്വപ്ന പദ്ധതി ഇത്രയും വൈകാൻ ഇടയാക്കിയത്. പാർട്ടി തലത്തിലും ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. ഒടുവിൽ പാലായി ഷട്ടർ കം ബ്രിഡ്ജ് പദ്ധതി ഉപേക്ഷിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ പാലായി പാലാക്കൊഴുവൽ ഭഗവതി ക്ഷേത്രം ഭാരവാഹികളും സ്ഥാനികരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും മുഴുവനായും രംഗത്തിറങ്ങി. ക്ഷേത്രപരിധിയിലെ ഭൂമിയും അപ്രോച്ച് റോഡിനായി അനുവദിച്ചു. ജനകീയ ഇടപെടലോടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു. ഇതിനെതിരെ നേരത്തെ തടസ്സം നിന്ന സ്വകാര്യ വ്യക്തി എതിർപ്പ് പ്രകടിപ്പിച്ചതുമില്ല. ഇതോടെ ദ്രുതഗതിയിൽ നടന്ന റോഡ് നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി. 200 മീറ്റർ നീളത്തിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത്. 1957 EMS മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തന്നെ നിർദ്ദേശിച്ച പദ്ധതിയാണ് പാലായി ഷട്ടർ കം ബ്രിഡ്ജ്. അന്ന് EMS തൻ്റെ ശമ്പളമായ ₹1 ഇതിനായി നീക്കിവെച്ചു. എന്നാൽ പദ്ധതി പ്രവർത്തനം നീണ്ടുപോയി. അതിനിടെ 2010 ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ ₹65 കോടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡറും ക്ഷണിച്ചു. ഇതിന് സർക്കാർ അംഗീകാരം ലഭിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. പെരുമ്പട്ട വരെയുള്ള ഏക്കർ കണക്കിന് കൃഷിയിടത്തെ ഉപ്പുവെള്ളത്തിൽ നിന്ന് രക്ഷിക്കാനും പ്രദേശത്തെ കിണറുകളിൽ ശുദ്ധജലം ലഭ്യമാക്കാനും ഷട്ടർ കം ബ്രിഡ്ജ് വഴി സാധിക്കും. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊടുവലിലെ NSS കരയോഗത്തിന്റെ നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം 28-ന് നടത്തും. പ്രശസ്ത സിനിമാ നടൻ ജഗദീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ NSS കരയോഗത്തിന്റെ കീഴിൽ 2001 പ്രവർത്തനം ആരംഭിച്ച ഓഡിറ്റോറിയം ആധുനിക രീതിയിൽ നവീകരിക്കുകയാണെന്ന് ഭാരവാഹികളായ P. രാഘവൻ നായർ, K. ഗോപാലകൃഷ്ണൻ നായർ, M. മധുസൂദനൻ, M. കുഞ്ഞമ്പു നായർ, K. ഗംഗാധരൻ നായർ, പൈനി കുഞ്ഞമ്പു നായർ എന്നിവർ അറിയിച്ചു. പ്രശസ്ത സിനിമാ നടൻ ജഗദീഷ് 28-ന് വൈകിട്ട് 4:30 നടക്കുന്ന ചടങ്ങിൽ നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഛായാപടം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ നായർ അനാച്ഛാദനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ആശംസകൾ നേർന്ന് സംസാരിക്കും. ഓഡിറ്റോറിയത്തിന്റെ കൺസൾട്ടിംഗ് എഞ്ചിനീയറും ആർക്കിടെക്റ്റുമായ K. ദാമോദരനെ ചടങ്ങിൽ ആദരിക്കും. കലാപരിപാടികളുടെ ഭാഗമായി ലീജ ലക്ഷ്മണൻ കണ്ടോത്തും സംഘവും അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്ത സംശയം വേദിയിലെത്തും. പുതുക്കൈ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സമാപിക്കുന്നു. ഈ മാസം 29, 30 തീയതികളിൽ സമാപന പരിപാടികൾ നടക്കും. മന്ത്രി E. ചന്ദ്രശേഖരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നീലേശ്വരം പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സമാപന പരിപാടികൾ വിശദീകരിച്ചു. ശതാബ്ദി സ്മാരക കവാടത്തിന്റെയും അസംബ്ലി ഹാളിന്റെയും ഉദ്ഘാടനം 29 വൈകിട്ട് 5 കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ V. രമേശൻ നിർവഹിക്കും. കലാപരിപാടികളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള, സംഗീതശില്പം, ഗംഗനായി ടി സംവിധാനം ചെയ്ത മഞ്ഞു പെയ്യുന്ന മനസ്സ് എന്ന നാടകം എന്നിവ വേദിയിലെത്തും. 30 വൈകിട്ട് 3 നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ K. ജീവൻ ബാബു മുഖ്യാതിഥിയാകും. സോവനീർ പ്രകാശനം, സ്കൂൾ വികസനരേഖാ പ്രകാശനം, ശതാബ്ദി സ്കോളർഷിപ്പ് വിതരണം, മുൻകാല വാർഡ് ജനപ്രതിനിധികളെ ആദരിക്കൽ എന്നിവയും സമാപന സമ്മേളന വേദിയിൽ നടക്കും. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, മെഗാ തിരുവാതിര, ഒപ്പന എന്നിവയാണ് കലാപരിപാടികൾ. ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച് ഒരു നാടിൻ്റെ ചരിത്രത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാഗമായി മാറിയ ഈ പൊതുവിദ്യാലയം 2017 അതിൻ്റെ യാത്ര തുടരുകയാണെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 2016 മെയ് 1 നടന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. സാഹിത്യ സദസ്സ്, മെഗാ ക്വിസ്, ഗുരുവന്ദനം, ആരോഗ്യ ബോധവൽക്കരണം, കവിയരങ്ങ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിച്ചു. V. കുഞ്ഞിക്കണ്ണൻ, T.K. രവി, KPC അബ്ദുൽ ഖാദർ, A. ദാമോദരൻ, K. രഘു, നീലമന ശങ്കരൻ മാസ്റ്റർ, T.A. ശ്യാമള, U. ജയശ്രീ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരൾച്ച കടുത്തതോടെ കുടിവെള്ളം മുട്ടി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ. ജനങ്ങൾ അഴുക്കുവെള്ളത്തിൽ മുങ്ങുന്നു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ്. വിദ്യാലയങ്ങളിൽ മലയാള ഭാഷ നിർബന്ധിതമാക്കുന്ന ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളോട് സർക്കാർ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധമാക്കുമ്പോൾ കന്നഡ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. റിയാസ് മൗലവി വധം കേസിൽ കുറ്റപത്ര സമർപ്പണത്തിന് മുൻപേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കാസർഗോഡ് യുവജന കൂട്ടായ്മ. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന കൂട്ടായ്മ കോടതിയെ സമീപിക്കും. വള്ളംകളിക്കാലത്ത് സ്വന്തം ചുരുളം വള്ളം ഇറക്കാൻ ലക്ഷ്യമിട്ട് ടീമുകൾ തയ്യാറെടുപ്പിൽ. അണിയറയിൽ ചുരുളൻ വള്ളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.